എന്റെ ഭഗവാനെ, ഒറ്റയ്ക്ക് പണിയെടുക്കാൻ വയ്യായിട്ടാണ് മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. എന്നിട്ട് ഇപ്പൊ എന്താ, കല്യാണം കഴിഞ്ഞിട്ട് 10 മണിയായിട്ട് എണീച്ചിട്ടില്ല. ഒക്കെ ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം. പക്ഷെ എന്തൊരു കഷ്ടാണാവോ എന്റെ. എണീറ്റപ്പോ ലേറ്റായി. അമ്മ എന്തെങ്കിലും പറയൂ? പോയി നോക്കാം. അമ്മേ, ഏ ആ മോൾ എണീറ്റ്. എന്തിനാ മോൾ ഇത്ര നേരത്തെ എണീറ്റത്? ഞാൻ എന്തെങ്കിലും സഹായിക്കണോ അമ്മേ? സഹായിക്കൊന്നും വേണ്ട, ഇതിന് മാത്രം പണിയൊന്നും ഇല്ല. ഇപ്പൊ രാവിലത്തെ ചായയുടെ കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ച് പപ്പടം കാച്ചണം, കുറച്ച് പാത്രം കഴുകാൻ വേണ്ടി, അത്രേ ഉള്ളൂ. ഞാൻ അത് ചെയ്യാം. എനിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. മോള് പോയിരിക്കും അവിടെ. കുഴപ്പമില്ല, ഞാൻ ചെയ്യാം. എനിക്കറിയാം, ഞാൻ ചെയ്തോളാം. അമ്മ പൊക്കോ. വേണ്ട, ഇതൊക്കെ ചെയ്യാനുള്ള പണി തന്നെ ഉള്ളൂ. അമ്മ പൊക്കോ, ഞാൻ ചെയ്യാം. ഈ കുട്ടീനെ കൊണ്ട്. എന്നാ ശരി മോളെ. നല്ല പണി വേണ്ടാണ് ഇപ്പൊ കയറി വന്നത്. എന്തായാലും ബാക്കി പണി ചെയ്തോളൂല്ലോ. കുറച്ചേരം സീരിയല് കാണാം. ചന്ദനമഴ എന്തായാണാവോ? മയ്യമ്മയാണ് മരുമോളെ കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തണത്. ഇങ്ങനെ ഉണ്ടാവോ പെണ്ണുങ്ങള്? അമ്മ, ഇതാ ചായ. ചായ വെച്ചോ മോളെ. പറയാമ്മ, അടിപൊളി ആയിട്ടുണ്ട് ചായ. മോള് പഞ്ചസാരക്ക് ഒരു ഉപ്പാണല്ലേ ഇട്ടത്? ഉപ്പോ? അയ്യോ, ഞാൻ ശ്രദ്ധിച്ചില്ല അമ്മ. 2 പാത്രം അടുത്തടുത്തായതുകൊണ്ട്. അശ്വ, അതൊന്നും സാരമില്ല. അതൊക്കെ ഇപ്പൊ എനിക്ക് കല്യാണം കഴിഞ്ഞ സമയത്ത് പറ്റിയിട്ടുണ്ട്. ഉപ്പിന്റെ പാത്രം പഞ്ചസാരയുടെ പാത്രം അടുത്തടുത്തല്ലേ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പറ്റും. സോറി, ഞാൻ വേറെ ഉണ്ടാക്കിട്ട് വരാം. ഇല്ല, എനിക്കിപ്പോ ചായ ഒന്നും വേണ്ട. അതൊന്നും സാരമില്ല. ഇനി മനഃപൂർവ്വം പഞ്ചസാരക്ക് ഒരു ഉപ്പിട്ട് കൊണ്ടുവന്നതായിരിക്കും. മണ്ടത്തരം തെറ്റി. ഇനി എന്തായാലും പപ്പടം കാച്ച. അയ്യോ, അങ്ങനെ ഇപ്പൊ ഉരുകിപ്പോയി. തീരെ ക്വാളിറ്റി ഇല്ലാത്താണല്ലോ വാങ്ങിച്ചു വെച്ചുള്ളത്. അമ്മേ, എന്താ മോളെ? അമ്മ, ഈ അരിപ്പ തീരെ ക്വാളിറ്റി ഇല്ലാത്തതാണല്ലോ. അരിപ്പേ? അരിപ്പയ്ക്ക് എന്താ പ്രശ്നം? അരിപ്പൊക്കെ പുതിയത് വാങ്ങിച്ചതാണല്ലോ കല്യാണത്തിന്. പെട്ടെന്ന് ഉരുകിപ്പോയി. അരിപ്പ എങ്ങനെ ഉരുകണത്? ഞാൻ പപ്പടം കാച്ചിയതാ. പപ്പടം കാച്ചിയപ്പോ അരിപ്പ് ഉരുകി? പപ്പടം കാച്ചാൻ എന്തിനാ അരിപ്പ? എണ്ണ പോണ്ടേ? അല്ല, ഇങ്ങനെ പപ്പടം കാച്ചതെന്ന് പറഞ്ഞ രീതിയിൽ എണ്ണ ഒഴിച്ചിട്ട് തളിച്ചിട്ട് പപ്പടം വയലിട്ടിട്ട് അരിപ്പയിൽ ഒഴിച്ചു. എന്റെ ഈശ്വര, ആ തിളച്ച എണ്ണ എടുത്തിട്ട് അരിപ്പയിലേക്ക് ഒഴിച്ചിട്ടാണ് പപ്പടം വെക്കുക? അയ്യോ മോളെ, എവിടെയല്ല പപ്പടം കുത്തണ കോല് വെച്ചിട്ടുള്ളത്? അത് വെച്ചിട്ട് കോർത്തെടുത്താ പോരെ? അങ്ങനെയല്ലേ പപ്പടം കാച്ചുക? ഇനിയിപ്പോ കൈയൊന്നും പൊളിക്കണ്ട, ഞാൻ വന്നിട്ട് ചെയ്യാം. ഇതൊക്കെ ഇനി മനഃപൂർവ്വം ചെയ്യുന്നതാണോ അതോ അറിയാഞ്ഞിട്ടാണോ? ഇത്രയും ബോധമില്ലാത്ത മനുഷ്യന്മാരുണ്ടാവോ? അങ്ങനെ പപ്പടം കാച്ചിയതും ചീറ്റിപ്പോയി. പാത്രം കഴുകാൻ ബാക്കിയുള്ളത്. കുറെ നേരമായാലും പാത്രം കഴുകുന്നത് വരെ കഴിഞ്ഞില്ലേ? അത് 2-3 പാത്രമല്ലേ ഉള്ളൂ. എന്താണ് അവിടെ ചെയ്യണത്? ഇത് എന്തൊരു കരിയാണ്. അത് ഉരച്ചിട്ട് പോണില്ലല്ലോ. മോളെ, അമ്മേ, അത് ഈ പാത്രത്തിൽ ഭയങ്കര കരി. ഇത് പോണില്ല ഉരച്ചിട്ട്. ഇത് പാത്രം, അങ്ങനെ കരിയുള്ള പാത്രം ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. കുറെ ഉരച്ചിട്ട് പകുതിയൊക്കെ പോയിട്ടുണ്ട്. ഇതാ ഈശ്വരാ, പുതിയ നോൺ സ്റ്റിക്കിന്റെ പാത്രം. അത് കരിയല്ല, അത് ഉരച്ചൊരച്ച് ഇങ്ങനെയൊക്കെയാ. നോൺ സ്റ്റിക്കിന്റെ മര്യാദക്ക് ഇറങ്ങി പൊക്കോന്റെ അടുക്കളയിൽ. ഞാൻ വല്ലതും കൂടിപ്പോവും. ഇത്രയും ബുദ്ധിയും ബോധമില്ലാത്ത പെണ്ണിനെയാണല്ലോ ഭഗവാനെ എന്റെ മോയെ കിട്ടിയത്. എനിക്ക്